ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്ന് പോത്തിൻ്റെ പോട്ടി വരട്ടിയെടുക്കാൻ പോവുകയാണേ. അപ്പോൾ അതിനായിട്ട് ഇതാ പോട്ടി ഇതുപോലെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ചെറിയ ചൂടുള്ള വെള്ളത്തിൽ ഇങ്ങനെ മുക്കി നന്നായി ഇങ്ങനെ വരണ്ടിയെടുക്കണം, വൃത്തിയാക്കി. അവരവിടുന്ന് വൃത്തിയാക്കിയിട്ടൊക്കെ തന്നെയാണ് തരുന്നത്, എന്നാലും നമ്മുടെ ഒരു തൃപ്തിക്ക് വേണ്ടി നമ്മളൊന്നും കൂടെ വൃത്തിയാക്കുകയാണ്. അത് കഴിഞ്ഞ് നന്നായി കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കുക. പോത്തിറച്ചി പോലെ തന്നെ അത്യാവശ്യം നല്ല വേവുള്ളതാണ് ഇതും കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് ഒന്ന് അടുപ്പത്ത് വെച്ച് തിളപ്പിച്ച ശേഷം ആണ് പിന്നെ കുക്കറിൽ വെച്ച് വിസിലടിച്ചെടുക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഒരു വെള്ളത്തിലിട്ടൊന്ന് നന്നായി തിളപ്പിക്കുക. നല്ലൊരു തള വന്നു കഴിയുമ്പോൾ നമുക്ക് അത് ആ വെള്ളത്തിൽ നിന്ന് കോരി മാറ്റിയെടുക്കാം കേട്ടോ. അതിനെ കോരി മാറ്റിയെടുത്ത ശേഷം നമുക്ക് മറ്റൊരു വെള്ളത്തിലും കൂടെ നമ്മളൊരു തൃപ്തിക്ക് വേണ്ടി വേണമെങ്കിൽ ഒന്നും കൂടെ ഒരു തണുത്ത വെള്ളത്തിൽ അവസാനമായിട്ട് ഒന്നും കൂടെ ഒരു തണുത്ത വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കാം. മൂപ്പനുസരിച്ച് ഇതിനും പല വേവായിരിക്കും കേട്ടോ. ആദ്യം ഞാനൊരു 4 വിസിലൊക്കെ അടിച്ച് നോക്കിയേ, പക്ഷേ 4 വിസിലടിച്ചിട്ടും വെന്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെയും കുക്കറിൽ തന്നെ വെച്ച് ഒരു 4 വിസിലും കൂടെ അടുപ്പിച്ചെടുത്ത് അങ്ങനെ 8 വിസിലടിച്ചപ്പോഴത്തേക്കാണ് ഇത് ഏകദേശം ഒന്ന് വെന്ത് കിട്ടിയത് കേട്ടോ. ഇപ്പോൾ ഇതിനിടയ്ക്ക് തന്നെ നമ്മൾ ഇതിനാവശ്യമായ ഉള്ളിയും ഇഞ്ചിയും സാധനങ്ങളൊക്കെ അരിഞ്ഞ് മാറ്റി വെക്കുകയാണെങ്കിൽ ഈ കുക്കറിലേക്ക് ഇടുമ്പോൾ നമ്മൾ അതിൽ നിന്നൊക്കെ കുറച്ച് ഇട്ട് ആക്കിയെടുക്കാൻ നമുക്ക് പറ്റും. അരിഞ്ഞ് വെച്ചതിൽ നിന്നൊക്കെ കുറച്ചീശ് എടുത്തിടുക. ഞാൻ കുറച്ച് ഉള്ളിയും കുറച്ച് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും എല്ലാം കുറച്ചീശ് ഇട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കുന്നുണ്ട്. നമ്മൾ കഴുകി വാരിയ ശേഷം അത് വല്ലാതെ അങ്ങ് ഊറ്റിയിട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതിൻ്റെ തന്നെ അടിയിൽ എന്തായാലും വെള്ളം ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ പിന്നെ ഇതിൽ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ. ഞാനിത് അങ്ങനെ വെക്കുകയാണ് ചെയ്തത്. പിന്നെ ഇറച്ചിയല്ലേ, അപ്പോൾ കുക്കറിൽ വെച്ച് അത് വേവുന്നതിനനുസരിച്ച് അതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങിക്കോളും. ഞാനിപ്പോൾ ഇതിൻ്റെ അടിഭാഗം ഒന്ന് ചെറുതായിട്ട് കാണിച്ചു തരാൻ കണ്ടോ. എങ്ങനെയായാലും അതിൽ ഇതുപോലെ കുറച്ച് വെള്ളം കാണും. അപ്പോൾ ആ ഒരു വെള്ളം മതി. പിന്നെ അതിൽ നിന്ന് അടി പിടിക്കാതിരിക്കാനുള്ള ആ ഒരു വെള്ളത്തിൽ പിന്നെ അത് വെന്ത് വരുന്നതനുസരിച്ച് വെള്ളം ഇറങ്ങി വന്നോളും. അപ്പോൾ കുക്കർ അടുപ്പത്ത് ഗ്യാസ് കയറ്റിയ സമയത്ത് നമ്മളത് അടുപ്പത്ത് കപ്പ വെച്ചിട്ടുണ്ടേ. കപ്പ കൊത്തി നുറുക്കി നമ്മൾ പുഴുക്കുണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി കപ്പ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കപ്പ വെന്തിറക്കിയപ്പോഴത്തേക്ക് നമ്മൾ അടുപ്പത്ത് തന്നെ ഉരുളി വെച്ചു. ഇനി നമുക്ക് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഒന്ന് നന്നായിട്ട് ഒഴിവ് ദിവസങ്ങളിൽ എല്ലാവരും കൂടെ നിന്നിട്ടുള്ള പരിപാടിയാണ് കേട്ടോ ഇതൊക്കെ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു മടുപ്പ് തോന്നും. പക്ഷേ എല്ലാവരും ഉണ്ടാവും. എല്ലാവരും കൂടി വർത്താനമൊക്കെ പറഞ്ഞ് തമാശകളൊക്കെ പറഞ്ഞ് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അതൊരു ഭാരമായിട്ട് തോന്നില്ല. അല്ലെങ്കിൽ അത് അയ്യോ ഒറ്റയ്ക്കാണല്ലോ ചെയ്യുന്നതെന്ന് നമുക്ക് തോന്നില്ല. അപ്പോൾ അതുപോലെ ഞങ്ങൾ എൻജോയ് ചെയ്ത ഒരു ദിവസമായിരുന്നു കേട്ടോ. പിന്നെ പ്രഗ്നൻ്റ് ആയ ശേഷം എനിക്ക് പച്ചമുളക്, വെളുത്തുള്ളി, സവാള, ചെറിയുള്ളി ഇതിൻ്റെ ഒന്നും മണം പറ്റില്ല കേട്ടോ. ഇതൊന്നും അരിയാൻ എനിക്ക് പറ്റില്ല. അപ്പോൾ ഇതൊക്കെ അരിയാനും ഹെൽപ്പ് ചെയ്യാൻ അതൊക്കെ മമ്മിയാണേ. ചേട്ടായി അനിയനും കൂടിയാണ് അത് വഴറ്റുന്നത്. അതൊന്ന് വഴന്നു കഴിഞ്ഞാൽ ആ ഒരു പച്ചമണം പോയി കഴിഞ്ഞാൽ എനിക്ക് അത്ര പ്രശ്നമില്ല. പക്ഷേ അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര വോമിറ്റിംഗ് ടെൻഡൻസിയാണ്. ഇതിൻ്റെ മണം കേൾക്കുമ്പോഴത്തേക്കേ ഞാൻ വോമിറ്റ് ചെയ്യും. അപ്പോൾ അതൊക്കെ നന്നായിട്ട് അവൻ മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച, അതായത് ഒന്ന് ചൂടാക്കി വെച്ച മസാലപ്പൊടികളാണ് ചേർക്കുന്നത്. ഒന്നുമില്ല, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇത്രയും സാധനമാണ് ഒന്നിച്ചൊന്ന് ചൂടാക്കി എടുത്തതാണ്. അപ്പോൾ അത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. ഗ്യാസ് പോലെ തീയൊന്നും കുറച്ച് വെക്കാൻ പറ്റത്തില്ല. അപ്പോൾ അടുപ്പിലാണ് ഇടുമ്പോൾ നമ്മൾ നന്നായി സൂക്ഷിച്ച് നിർത്താതെ ഇളക്കണം. കാരണം പൊടി കരിഞ്ഞു പോയാലും ടേസ്റ്റിൽ നല്ല വ്യത്യാസം ഉണ്ടാവും. കരിച്ച ചോവയൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് നന്നായി ഇളക്കി മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്കിതിലേക്ക് ഇനി കുക്കറിൽ വേവിച്ച് വെച്ചത് ഇതുപോലെ അങ്ങ് ചേർക്കാം കേട്ടോ. ഇത്രത്തോളം വെള്ളമായി, ആകെ ഒരു 1/2 ഗ്ലാസ്സോളം വെള്ളമല്ലേ അതിലുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിലുണ്ടായിരുന്ന ആ വെള്ളം കണ്ടോ, ഒത്തിരി വെള്ളം ആ ഇറച്ചിയിൽ നിന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ ഇനി വറ്റിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇനി അധികം തീ വേണ്ട. തീ അധികമായിട്ട് കത്തുന്നുണ്ടെങ്കിൽ ഒന്ന് പിരിച്ചു വെക്കണം. കാരണം ഓൾറെഡി നന്നായിട്ട് അടുപ്പിന് ചൂടുണ്ടാവും. അപ്പോൾ ആ കനലിൽ കിടന്ന് ഇങ്ങനെ പതുക്കെ നീരി വറ്റി വരും. അപ്പോൾ അതനുസരിച്ച് ഒന്നും കൂടെ അത് വെന്ത് അങ്ങോട്ട് പാകമാവുകയും ചെയ്തോളും. നന്നായി ഒന്ന് വറ്റിയാൽ മാത്രം മതി കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് കാര്യമായിട്ട് നമ്മൾ വേറെ ഒന്നും ചേർക്കാനില്ല. പിന്നെ ഞങ്ങൾ ഒരല്പം കുരുമുളക് പൊടിയും കൂടെ ചേർത്തായിരുന്നു. ശരിക്കും നമ്മൾ ഈ പോട്ടീൻ്റെയൊക്കെ ടേസ്റ്റ് എന്ന് പറയുന്നത് കുരുമുളകാണ്. കുരുമുളക് നമ്മൾ നന്നായിട്ട് ചേർത്താൽ തന്നെയാണ് ഇതിനൊക്കെ ആ ഒരു യഥാർത്ഥ രുചി വരുള്ളൂ. അതുപോലെ പോത്ത് വരട്ടുമ്പോഴായാലും കുരുമുളക് കുറച്ച് ഏറെ ചേർക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മളിതൊന്ന് നന്നായിട്ട്
വറ്റിച്ചെടുക്കാം. പിന്നെ ഉള്ളിയും പച്ചമുളകൊക്കെ മൂപ്പിച്ച കൂട്ടത്തിൽ തേങ്ങ കൊത്തിയിട്ട് മൂപ്പിക്കുകയായിരുന്നെങ്കിൽ നല്ലതാണ്. പക്ഷേ എനിക്കെന്തോ ഇപ്പോൾ തേങ്ങേനോട് വലിയൊരു ഇഷ്ടമില്ല, അപ്പോൾ അതുകൊണ്ടാണ് ഇതിൽ തേങ്ങാക്കൊത്ത് ചേർക്കാഞ്ഞത് കേട്ടോ. നിങ്ങൾ തേങ്ങാക്കൊത്ത് ഇഷ്ടമുള്ളവരാണെങ്കിൽ തേങ്ങാക്കൊത്തും കൂടെ ചേർത്താൽ നല്ലതായിരിക്കും. അത് ആ എണ്ണയിലൊന്ന് വഴലണം, അതിന് വേണ്ടിയാണ് ഈ ഉള്ളി ഇടുന്നതിന് മുന്നേ തേങ്ങാക്കൊത്ത് ഇടണമെന്ന് പറയുന്നത്. തേങ്ങാക്കൊത്തിട്ട് ഒന്ന് വഴറ്റിയിട്ട് വേണമെങ്കിൽ കോരി വെക്കാം, അല്ലെങ്കിൽ അതിലേക്ക് തന്നെ ഉള്ളി ഇട്ടാൽ മതി കേട്ടോ. ഞങ്ങളിതൊക്കെ ഇവിടെ തയ്യാറാക്കുന്ന സമയത്ത് മമ്മി അവിടെ കപ്പ മസാലയൊക്കെ കൂട്ടിയെടുത്തിട്ടുണ്ട്. അരപ്പൊക്കെ ചേർത്ത് നന്നായിട്ട് ഇതാക്കിയെടുത്തു. പിന്നെ നന്നായി നമ്മളതൊന്ന് ഉടയ്ക്കാൻ ചേട്ടായി കൂടി കേട്ടോ. നല്ല ചൂടുള്ള കപ്പയായതുകൊണ്ട് ചേട്ടായി നന്നായിട്ട് ഒന്ന് കടക്കോല് വെച്ചിട്ട് നന്നായി ഉടച്ചെടുത്തു. ഇഷ്ടമാവുകയാണെങ്കിൽ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും പറയണം. ഞാൻ അത്ര വലിയ കുക്കൊന്നും അല്ല, പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന രീതി നിങ്ങൾക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്തു എന്ന് മാത്രം.